മലയാളം ബിഗ് ബോസ് സീസൺ 7 പുതിയ പ്രോമോ വന്നിട്ടുണ്ട്. ഒരു ഇമ്മ്യൂണിറ്റി കാർഡുമായിട്ടാണ് ലാലേട്ടൻ നിൽക്കുന്നത്. നിങ്ങൾ തീരുമാനിക്കും ഇത് ആർക്ക് കൊടുക്കണമെന്ന് ലാലേട്ടൻ പറയുന്നു. പിന്നെ വോട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഏറ്റവും അവസാനം വോട്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്ത് എല്ലാവരും കൂടി തിരഞ്ഞെടുത്തിരിക്കുന്നത് ആദിലയാണ്. അപ്പോൾ ലാലേട്ടൻ തന്നെ എല്ലാവരോടും ചോദിക്കുന്നു, കഴിഞ്ഞ ആഴ്ച ഏറ്റവും മോശം പെർഫോമൻസിന് ജയിലിലേക്ക് പറഞ്ഞ ആഴ്ചയാളാണോ നിങ്ങളെല്ലാവരും കൂടി വോട്ട് ചെയ്തിരിക്കുന്നത് ഇമ്മ്യൂണിറ്റി കാർഡ് കൊടുക്കാൻ വേണ്ടി എന്നൊക്കെ. എന്ത് ഡിസിഷനാണ് നിങ്ങൾ എടുക്കുന്നത് എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നു. അനീഷ് അതിന് ഇത് പക്ക ഗ്രൂപ്പിസമാണെന്നൊക്കെ പറയുന്നു. ലാലേട്ടൻ എന്തായാലും അവസാനം പറയുന്നത്, ഈ ഇമ്മ്യൂണിറ്റി കാർഡ് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്നറിയാമോ എന്നാണ്. ഇവരുടെ ഗ്രൂപ്പിസം കണ്ടുപിടിക്കാൻ വേണ്ടിയാണോ ലാലേട്ടൻ ഇപ്പോൾ ഇങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റി കാർഡായി വന്നത് എന്നറിയില്ല. കാരണം ഈ വീക്ക് ഓൾറെഡി ബിന്നിക്കൊരു ഇമ്മ്യൂണിറ്റി കാർഡ് നൽകിയതേ ഉള്ളൂ. ലാലേട്ടൻ ആദിലയ്ക്ക് എന്തായാലും ആ ഇമ്മ്യൂണിറ്റി കാർഡ് കൊടുക്കില്ല എന്ന് തോന്നുന്നു. കാരണം ഈ ഒരു വീക്ക് ആദിലയുടെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. ഇവരെന്തായാലും കൃത്യമായി ഡിസിഷൻ എടുക്കില്ല. കാരണം ഇവർക്ക് ഫേവറിസവും പിന്നെ കുറച്ച് ഗ്രൂപ്പിസവും ഒക്കെയുണ്ട്. ലാലേട്ടനും ബിഗ് ബോസും ഇതിലൂടെ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായില്ല. ഇനി ബോട്ടിൽ ടാസ്ക് കൃത്യമായി ചെയ്ത ആർക്കെങ്കിലും ആയിരിക്കും ചിലപ്പോൾ ലാലേട്ടൻ ഇത് കൊടുക്കുക. കാരണം ബോട്ടിൽ ടാസ്ക് നടത്തിയത് തന്നെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണല്ലോ. ആ ടാസ്ക് മനഃപൂർവ്വം കൊളമാക്കിയ വ്യക്തികളിൽ ഒരാളാണ് ആദില. അതുകൊണ്ട് തന്നെ ആദിലയും നൂറയും അഭിലാഷും ഒനീലും ഒന്നും ഈ ഒരു ഇമ്മ്യൂണിറ്റി കാർഡിന് വേണ്ടി അർഹതപ്പെട്ടവരൊന്നുമല്ല. ലാലേട്ടൻ ഈ കാർഡ് ആർക്കെങ്കിലും കൊടുക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഈ കാർഡ് റദ്ദാക്കുമോ, ആരെയാവും ലാലേട്ടൻ അടുത്ത ആഴ്ച സേഫ് ആക്കുക എന്നൊക്കെ അറിയാൻ വേണ്ടി എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.